നമസ്കാരം. കേരളത്തിലെ ഓരോ തെരുവിലും ഇന്ന് പൊതുജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭീതിതമായിട്ടുള്ള കേസ് ഏതാന്ന് വെച്ചാൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളാണ്. അതായത് തെരുവ് നായ്ക്കളാണ്. തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. കാൽനട യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇരുചക്ര വാഹനക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങള് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ കൂടി പറ്റുന്നില്ല. വീടിന് പുറത്ത് ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് പലയിടത്തും ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ ജനങ്ങൾക്കും നിർണായകമായിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും കോടതി വിധികളും ഒക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്ന പൗരന്മാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നത് ആദ്യം നമ്മൾ അറിയണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് ബാധ്യതയില്ല എന്ന മട്ടിലാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നീതിപീഠം കോടതി പറയുന്നത് അത്തരത്തിൽ നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ എന്നാണ്. മുമ്പ് തെരുവുനായുടെ കടിയേറ്റ ഒരു സംഭവമുണ്ട്. താളിപ്പറമ്പില് മുനിസിപ്പൽ കോടതിയും പയ്യന്നൂർ സബ് കോടതിയും ഒക്കെ ഇരകൾക്ക് 6000 രൂപ വീതം നഷ്ടപരിഹാരം വിധിച്ചിരുന്നിട്ട് മുമ്പ്. എന്നാൽ ഈ വിധിക്കെതിരെ എരുവശ്ശേരി പഞ്ചായത്ത് അധികൃതർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്ന ഒരു കഥ നമുക്കറിയാം. ഈ അപ്പീല് പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പഞ്ചായത്തിന്റെ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാനുള്ള ഹർജി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നായയുടെ കടിയേറ്റ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഈ നായയുടെ കടിയേറ്റ വ്യക്തികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിക്കുകയും ചെയ്തു. ആ വിധി ഉറപ്പിച്ചങ്ങോട്ട് വെച്ചു. കടിയുടെ ആഘാതവും മറ്റ് ചികിത്സാ ചെലവുകളൊക്കെ കണക്കാക്കിയിട്ട് തുക നിശ്ചയിക്കേണ്ടി വരുമെന്നും ഫണ്ടിന്റെ കുറവ് ചൂണ്ടിക്കാട്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല എന്നും കോടതി അസന്ദിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടിലെ തെരുവുകളിൽ നമുക്കറിയാലോ പലവിധ സ്വഭാവക്കാരുണ്ട് എന്നത് യാഥാർത്ഥ്യമാണത്. ഉടമസ്ഥർ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന വളർത്തു നായ്ക്കള് വലിയ ആക്രമണ സ്വഭാവം കാണിക്കാറില്ല എന്നുണ്ടെങ്കിലും തെരുവിൽ തന്നെ ജനിച്ചു വളരുന്ന നായ്ക്കൂട്ടങ്ങളുണ്ട്. വന്യമൃഗങ്ങൾക്ക് സമാനമായിട്ടുള്ള അക്രമവാസന പ്രകടിപ്പിക്കുന്ന നായ്ക്കള്, തെരുവ് നായ്ക്കള്, ഭക്ഷണത്തിനായിട്ടുള്ള കടിപിടികള്, കൂട്ടം ചേർന്നിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കറിയാലോ. ഒരുപാട് വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, മദ്രസയിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, മുറ്റത്ത് കളിക്കാൻ ഇറങ്ങുമ്പോൾ കൂട്ടത്തോടെയാണ് ഈ നായ്ക്കൾ ആക്രമിക്കുന്നത്. കാട്ടുനായ്ക്കളുടെ സ്വഭാവത്തിന് സമാനമായി മാറുന്ന നാട്ടുനായ്ക്കള്, പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയ്ക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങുന്ന മുതിർന്നവരെ, അതുപോലെ കളിക്കാൻ ഇറങ്ങുന്ന കുട്ടികളെ ഒക്കെ കൂട്ടമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഓരോ ഭരണകൂടത്തിന്റെയും പ്രാഥമിക കടമയാണ്. ഓരോ പൗരന്റെയും പ്രാഥമിക ഭരണകൂടം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനായിട്ട് വാക്സിനേഷനും വന്ധ്യംകരണവും ഒക്കെ കാര്യക്ഷമമായി നടത്തേണ്ടതും നായ്ക്കൾക്കായി പ്രത്യേക പാർപ്പിട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഷട്ടറുകൾ ഒരുക്കേണ്ടതും ഒക്കെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്തിന്റെയും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും ഒക്കെ ചുമതലയിൽ വരുന്നതാണ്. അക്രമകാരികളായ നായ്ക്കളെ അത് അക്രമകാരികളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കണം. ചിലതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാം, വെറ്ററിനറി ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്തണം. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ സ്ഥാപനങ്ങൾ തന്നെ വാർഡ് തലത്തിൽ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ നടത്തണം. ഈ വിഷയത്തിൽ ഉടനടി പ്രതിരോധ നടപടി കൈക്കൊള്ളണം. ഇതൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രദേശത്തും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് നല്ലത്. ആ നിലയിൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കണം. നിയമങ്ങൾ ജനങ്ങളുടെ വശത്താണ് എന്നും തങ്ങളുടെ അവകാശത്തെക്കുറിച്ചും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ പൊതുജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നും ഈ സാഹചര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് നായ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറിയിരുന്ന് അല്ലെങ്കിൽ ആശുപത്രി ചെലവും വഹിച്ചുകൊണ്ട് പെരയിൽ നിലവിളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിന് തെരുവ് നായയെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടാനും കോടതിയെ സമീപിച്ച്, ഒരുപക്ഷെ പഞ്ചായത്ത് അത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, മുനിസിപ്പാലിറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ, കോർപ്പറേഷൻ അത് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ച് നല്ല ചുട്ട മറുപടി കൊടുത്ത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. പൊതുജനങ്ങൾ ബോധവാന്മാരാകണം. Different angles. Don't forget to subscribe and support this channel.